സിൽവർ ലൈൻ മുമ്പ് തന്നെ വഴിക്ക് വെച്ച് നിർത്തി പോയതാണല്ലോ. കാരണം അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയില്ല. കേരളത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിശക്തിയായിട്ട് അന്നും ശക്തിയായിട്ട് നിർത്തു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പരിപാടി, ഒരു കേരളത്തിൻ്റെ വളർച്ച ഒരു 25 വർഷം അപ്പുറത്തേക്ക് കണ്ട് പ്ലാൻ ചെയ്ത പ്രവർത്തനമാണ് വഴിക്ക് വെച്ച് തടസ്സപ്പെട്ട് നിന്നുപോയത്. അതിപ്പോഴും പൂർണ്ണമായിട്ട് നിർത്തുന്നുവെന്ന് മാത്രമേ അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളൂ. കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എറണാകുളം ജില്ലയിൽ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു നഗർ വലിയ രീതിയിലുള്ള പോലീസ് അതിക്രമത്തോടുകൂടി പൊളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. എത്രയോ വർഷക്കാലമായിട്ട് അവരവിടെ താമസിക്കുകയാണ്. ആ താമസിക്കുന്നവരെ പോലീസിൻ്റെ ബലം പ്രയോഗിച്ച് അവിടെ അവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ചെറുത്തുനിൽപ്പ് അവിടെ നടന്നിട്ടുണ്ട്. ആ ചെറുത്തുനിൽപ്പിനെ അവഗണിച്ചുകൊണ്ട് അവരെല്ലാം പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുന്ന നിലയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതിനെതിരായ അതിശക്തിയായിട്ടുള്ള ജനകീയ പ്രതിരോധം, ഇതെല്ലാം കർണാടക മോഡലാണ്. കോൺഗ്രസിൻ്റെ ബുൾഡോസർ സംവിധാനം BJP ആണ് തുടങ്ങിയതെങ്കിലും ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബാംഗ്ലൂരിനടുത്തുണ്ടായതുപോലെയുള്ള വലിയൊരു കടന്നാക്രമം തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതിനെതിരായി അതിശക്തിയായ രീതിയിൽ ജനങ്ങൾ പ്രതിരോധിക്കും. അതിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരൊറ്റപ്പെട്ടവരല്ല. ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ രീതിയിലുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും സഹകരിക്കണം എന്നും അതിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPIM അതിൻ്റെ ഭാഗമായിട്ട് ഉറച്ച നിലപാട് ആ ജനങ്ങളോടൊപ്പം നിന്ന് മുമ്പോട്ടേക്ക് പോകും എന്നുള്ളതാണ് ആ സംബന്ധിച്ച് പറയാം. ഇതുവരെ നടന്ന എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വലിയ വിമർശനമാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അങ്ങേക്കെതിരെയും അതുപോലെ തന്നെ പിണറായി വിജയനെതിരെയും ഉണ്ടാവുന്നത്. നടത്തണമെന്നാണ് പറഞ്ഞത്. അവർ പരസ്യമായിട്ടല്ലല്ലോ, പാർട്ടിക്കകത്തല്ലേ. പാർട്ടിക്കകത്ത് വിമർശനം, സ്വയം വിമർശനം എല്ലാം വേണം എന്നും ആ ഉണ്ടാകുന്ന വിമർശനത്തെയും സ്വയം വിമർശനത്തെയും എല്ലാം സ്വാംശീകരിച്ച് ഫലപ്രദമായി കേരളത്തിലെ പാർട്ടി നല്ലതുപോലെ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജം നൽകും എന്നതാണ് ആ ചർച്ചയിൽ നിന്നും വ്യക്തമാകുന്നത്. വിമർശനം എന്ന് പറയുമ്പോഴും മറ്റേ ആരെ പറ്റിയാണ് വിമർശിക്കേണ്ടത്? പ്രധാനമായിട്ട് ഞങ്ങളെ പറ്റിയൊക്കെ വിമർശിക്കുക. ആ വിമർശനം വരട്ടെ.